ഹായ് ഫ്രണ്ട്സ്, വിജയ രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 67-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും മറക്കല്ലേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്യുകയും വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നതെന്ന് നോക്കാം കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. സ്കിപ്പ് ചെയ്ത് കാണണേ. രാവിലെ ഡെൻ റൂമിനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെൻ റൂമിനെ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ റൂമിനകത്തുള്ള ആരുടെയോ പേരൻസ് ആണെന്ന് വരാൻ പോകുന്നത്. ഒരു അടിപൊളി പാട്ടാണ് ഇട്ടിരിക്കുന്നത്, ഒമർ ലുലുവിൻ്റെ. എനിക്കറിയത്തില്ല, ന്യൂജൻ പാട്ടാണ്. നമ്മളൊക്കെ 40+ ആൾക്കാരാണല്ലോ, അപ്പോൾ അത് കാരണം എനിക്ക് ആ പാട്ടുകളൊന്നും അറിയത്തില്ല, സോറി ഗെയ്സ്. അപ്പോൾ എന്തായാലും ഇത് സായിയുടെ ഒരു പൊട്ടിച്ചിരിയോടെയാണ് ബിഗ് ബോസ് ഹൗസിനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതേ നന്ദന പറയുന്നത് ഇന്നും എൻ്റെ അമ്മ വരില്ല കേട്ടോ എന്ന രീതിയിൽ. അപ്പോൾ അവളുടെ ആ ഒരു വോയിസ് മോഡുലേഷൻ കേട്ടപ്പോൾ സായിക്ക് അറിയാണ്ട് ചിരി വന്നു കേട്ടോ. പിന്നീട് നമ്മുടെ അഭിഷേക് ശ്രീകുമാറും നന്ദനെയൊക്കെ ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ ജിൻഡപ്പൻ ഇവിടെ ഉറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിന് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അഭിഷേക് എന്താണെന്ന് പറയാൻ പറഞ്ഞത്, നന്ദന നീ ഒരു കാര്യം ചെയ്യും, ജിൻഡോട് പോയി പറ എല്ലായിടത്തും പോയിട്ട് ലേലു അല്ലു ഞാൻ ഇന്നും ഉറങ്ങത്തില്ല, സോറി പറയിക്കാനായിട്ട്. അപ്പോഴത്തേക്കും നന്ദനയ്ക്ക് കാലും വയ്യ കേട്ടോ. അപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു, ജാസ്മിൻ ചേച്ചി ഒന്ന് ക്യാമറ നോക്കി പറയൂ, എന്നെ ഒന്ന് മെഡിക്കൽ റൂമിൽ വിളിക്കാനായിട്ട്. അങ്ങനെ ജാസ്മിൻ പോയി പറയാണ്, ബിഗ് ബോസ് നമ്മുടെ നന്ദനയ്ക്ക് വയ്യ, ആ സുന്ദരൻ ഡോക്ടർ ഒന്ന് കാണണം എന്നുള്ളൊരു JK അടിക്കുകയാണ്. ജസ്റ്റ് കിഡിങ്. ഓക്കെ, എന്തായാലും ആ ഒരു ഫൺ മൊമെൻ്റ് അവിടെ കഴിഞ്ഞതിന് ശേഷം നേരെ നന്ദന ഓടി എവിടെ നിന്നറിയാൻ പോകുന്നത്, നമ്മളെ ജിൻഡപ്പൻ ഇരിക്കുന്നിടത്താണ് പോകുന്നത്. ജിൻഡോ ചേട്ടാ ശരിയാവില്ല കേട്ടോ, ജിൻഡോ ചേട്ടനെ ഉറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് പണിഷ്മെൻറ്റ് ചെയ്യണം. ലേലു അല്ലു എന്ന് സോറി പറയിക്കാനായിട്ട്. അപ്പം ഞാൻ മാത്രമേ ഉറങ്ങിയിരിക്കുന്നത്, ജാസ്മിൻ ഉറങ്ങിയല്ലോ എന്ന രീതിയിൽ. ഇല്ല ജിൻഡോ ചേട്ടൻ മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് അപ്സര എടുത്ത് പറയൂ എന്നുള്ള. അപ്പോൾ അപ്സര എടുത്ത് ലേലു അല്ലു അപ്സര ഞാൻ ഇനി ഉറങ്ങത്തില്ല. അർജുൻ ലേലു അല്ലു അർജുൻ ഞാൻ ഇനി ഉറങ്ങത്തില്ല എന്ന രീതിയിൽ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് പോയി കേട്ടോ. അതിനുശേഷം സ്റ്റോർ റൂമിൽ ബെല്ല് മുഴങ്ങുന്നുണ്ട്, കുറച്ച് അച്ചാറുകളും സ്നാക്സ് ഐറ്റംസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഓർത്തിട്ട് നന്ദന ഇങ്ങനെ സ്റ്റോർ റൂം ഓപ്പൺ ചെയ്തതും നന്ദനയുടെ കണ്ണ് തള്ളിപ്പോയി. അയ്യോ സായി ചേട്ടാ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുന്നത്. അപ്പോൾ സായി വെച്ച്, ദൈവമേ എൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നതാണല്ലോ കൊച്ചി, എന്ത് പറ്റിയെന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദനയുടെ അമ്മയും ചേച്ചിയുമാണ് വന്നിരിക്കുന്നത്. സായി അവിടെ വിളി കേട്ടിട്ട് അന്തം വിട്ട് ഇങ്ങനെ ഓടുകയാണ്. ദൈവമേ എന്ത് പറ്റിയെന്ന രീതിയിൽ അവർ തമ്മിലൊരു എന്താ ഒരു ജ്യേഷ്ഠാനുജത്തി ഒരു ബന്ധമുണ്ട് കേട്ടോ. നല്ലൊരു സഹോദര ബന്ധമാണ് അവർ തമ്മിലുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ തമ്മിലുള്ള സംസാരമായാലും കളിതമാശകളൊക്കെ കേട്ടോ. അങ്ങനെ എന്തായാലും ഹൗസിലെ എല്ലാ അംഗങ്ങളും മനസ്സിലാക്കി ഇന്ന് വന്നിരിക്കുന്നത് നന്ദനയുടെ അമ്മയും ചേച്ചിയുമാണ്. ബിഗ് ബോസ് ഒരു പാട്ടൊക്കെ ഇടായിരുന്നു എന്ന രീതിയിൽ അത് തന്നെ ഒരു പാട്ടൊക്കെ ഇടണമായിരുന്നു കേട്ടോ. നന്ദന ഓരോ പാട്ട് കേൾക്കുമ്പോൾ ഓടിപ്പോയതാണ്, പക്ഷേ എന്ത് പാട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ റസ്മിൻ പറഞ്ഞ ഹായ് അച്ചാർ എന്ന രീതിയിൽ റസ്മിൻ ആ ഐറ്റംസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ട്. നന്ദനക്കുട്ടിയാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. അമ്മയുടെ അടുത്തൊരു ശാരദേ നീ അങ്ങ് സുന്ദരായല്ലോ, എന്ത് പറ്റി എന്നെ കാണാതെ വിഷമിച്ചോ എന്ന രീതിയിൽ, പിന്നെ നിന്നെ കാണാണ്ട് വിഷമിക്കാതിരിക്കും എന്ന രീതിയിൽ സംസാരിക്കുന്നു. എല്ലാവർക്കും ഓരോ അമ്മമാർ വരുമ്പോഴത്തേക്കും എല്ലാവരും വന്ന ഒരു ആതിഥ്യ മര്യാദ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പീപ്പിൾസ് റൂമിൽ കൊണ്ടുപോയി നമ്മുടെ പഴയ പവർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് സംസാരിക്കും. ഹായ് ശാരദ പുതിയ സാരിയാണല്ലോ, പുതിയ ചെരുപ്പൊക്കെ ഇട്ട് അങ്ങ് ചുള്ളത്തി ആയിട്ടുണ്ടല്ലോ, എന്തുണ്ട് വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന, അവിടെ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടോ, ഇനി എൻ്റെ കളി എങ്ങനെ പോകുന്നു എന്ന രീതിയിൽ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു, എല്ലാവരും തന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. ഈ സമയം ജാസ്മിനും റസ്മിനും സംസാരിക്കുന്നു. ഞാൻ ഓരോ പാട്ട് കേൾക്കുമ്പോൾ വിചാരിച്ചു നമ്മുടെ പേരൻസ് റൂമിനകത്ത് അൻസിബയും അതുപോലെ തന്നെ ശ്രീതുവും ചായയും സ്നാക്സ് കൊണ്ട് കൊടുക്കുന്നുണ്ട് നന്ദനയുടെ അമ്മയ്ക്കും ചേച്ചിക്കും. അവർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അൻസിബ പറഞ്ഞില്ല സ്നാക്സ് അങ്ങനെ എടുത്ത് കഴിക്കുന്ന രീതിയിൽ. അപ്പോൾ ജിൻഡോ അവിടെ കടന്നു വന്നു. അപ്പോൾ ജിൻഡോയോട് സംസാരിക്കുന്നുണ്ട്, നാട്ടിലൊക്കെ പേരായില്ലേ എന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദനയുടെ അമ്മ പറയുകയാണ്, ഇപ്പോൾ എല്ലാവരും പറയും എന്താണെന്നറിയുമോ, ബിഗ് ബോസിൽ നന്ദനയുടെ അമ്മയെ തന്നെ കാണുമ്പോൾ പറയുന്ന രീതിയിൽ ഭയങ്കര ഒരു ഗ്രാമീണ രീതിയിൽ തന്നെ സംസാരിക്കുന്ന കേട്ടോ. കള്ളവും കപടവും ഒന്നും ഇല്ലാതെ വളരെ നിഷ്കളങ്കരായ ഒരു ഫാമിലി തന്നെയാണ്. അപ്പോൾ എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിജോയൊക്കെ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ, അതെ അവൾക്കൊരാളെ ഇഷ്ടമുണ്ട്, അപ്പോൾ ആ പുള്ളിക്കാരൻ അമ്മയുടെ അടുത്ത് ചേച്ചിയുടെ അടുത്ത് വന്ന് സംസാരിക്കുമായിരിക്കും എന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് ശ്രീത് നമ്മുടെ നന്ദന പറയുന്നുണ്ട്, അയ്യോ ഇല്ല ചുമ്മയാണ്, പൊക്കെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, എല്ലാവരും പുറത്തിറങ്ങുന്ന രീതിയിൽ ചുമ്മാ സിജോയും സായിയൊക്കെ ഇട്ട് ഒന്ന് നന്ദനെ ഇളക്കണം. ഒരു ചേട്ടന്മാർ അനുജത്തിമാരുടെ അടുത്ത് ഇങ്ങനെ ചുമ്മായിട്ട് എന്താ പറയുക ഒരു ഫൺ രീതിയിൽ സംസാരിക്കില്ലേ, അതുപോലെ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ നന്ദനയുടെ അമ്മ പറഞ്ഞു, നാട്ടിലൊക്കെ ഫ്ലെക്സൊക്കെ അടിച്ചു വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഫ്ലെക്സോ എൻ്റെ പേരിൽ എന്ന രീതിയിൽ നന്ദന അങ്ങോട്ട് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു കേട്ടോ. എന്താ പറയേണ്ടത്, നല്ല ഒരു രംഗം തന്നെയായിരുന്നു. വളരെ ഒരു ഗ്രാമീണത തുളുമ്പുന്ന നിഷ്കളങ്കമായിട്ടുള്ളൊരു കുട്ടി തന്നെയാണ്. കുറച്ച് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി സംസാരം, അത് നന്ദനയുടെ ചേച്ചി പറയുന്നുണ്ടോ, ഉള്ളിലൊന്നും വെച്ചിട്ടല്ല സംസാരിക്കുന്ന രീതിയിൽ. അങ്ങനെ അച്ഛൻ്റെ ഫോട്ടോസ് കൊണ്ടുകൊടുത്ത് അവർ ആകെപ്പാട് സെൻഡ് അടിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ പ്ലാസ്മ TVയിൽ ജിൻഡോയുടെ പേരൻസിനെ കാണിക്കുന്നത്. ഞാൻ അതിനെ സംബന്ധിച്ച് കുറച്ച് ഒരു ലൈവ് വീഡിയോ, ഒരു കൊച്ചു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ. അത് കാണാത്തവർ കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദനയുടെ അമ്മയും ചേച്ചിയും വന്നതുപോലെ ജിൻഡോയുടെ അമ്മയും അപ്പച്ചനുമാണ് വന്നിരിക്കുന്നത്, സിസിലി കുട്ടിയും അതുപോലെ ദേവശ്രീ കുട്ടിയും കേട്ടോ. അങ്ങനെ ഒരു മോനെക്കുറിച്ച് വാദവിരോധം സംസാരിക്കുന്നുണ്ട് കേട്ടോ. മോൻ പാവമാണ്, അവൻ സിഗരറ്റ് അങ്ങനെ വലിക്കാറില്ല
പാടല്ലേ, ഇവിടെ വന്നിട്ടാണ് വലിക്കുന്നത് രീതിയിൽ. അപ്പോൾ പവർ റൂമിൽ പറയുന്നു, നീ പ്രാർത്ഥിക്കുക, ദൈവമാണ് നമ്മൾ ഇത്രയും കാലം എത്തിച്ചത്, അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഒരിക്കലും മറക്കരുത്, ദൈവത്തോട് നല്ല മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. സ്റ്റോർ റൂമിൽ നിന്നും നമ്മുടെ ജിൻഡോയ്ക്ക് ഇട്ടിരിക്കുന്ന ബ്ലാക്ക് ബെൽറ്റൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ അതിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എന്താ പറയേണ്ട, അമ്മയെയും അപ്പച്ചനെയൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പച്ചൻ നല്ല അടിപൊളി ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ആ പാട്ടൊക്കെ പാടുന്നു. അങ്ങനെ ഹൗസിലെ എല്ലാ അംഗങ്ങളും അപ്പച്ചൻ്റെ കൂടെ പാടുകയാണ് കേട്ടോ. ഈ സമയത്ത് അതാ വരുന്നുണ്ട് ബിഗ് ബോസ്. വിചാരിച്ചാൽ ഇനി കൂടുതൽ നിങ്ങൾ അങ്ങോട്ട് ഓടി തളരേണ്ട, നിങ്ങൾക്കൊരു പണി ഞാൻ തരാമെന്ന രീതിയിൽ ടാസ്ക് മാറ്റാണ് വന്നിരിക്കുന്നത്. ടാസ്ക് ലെറ്റർ നോറ വായിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ തലേണ മന്ത്രം. അപ്പം നമ്മുടെ പതപ്പിക്കലും വെളുപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, തലയണ മന്ത്രം. ആരുടെ തലയണ മന്ത്രം കേട്ടിട്ടായിരിക്കും ഇപ്പോൾ ഈ ടാസ്ക് ജയിക്കാൻ പോകും നമുക്ക് നോക്കാം. എന്തായാലും എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റി ഏരിയയിൽ പോകുന്ന സമയത്ത് ഒരു മരമുണ്ട്, അതിൽ കുറച്ച് പഞ്ഞികളുണ്ട്, തറയിലും പഞ്ഞികളുണ്ട്. ഒരു സൈഡിൽ കുറച്ച് പില്ലോ കവർ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സൂചി നൂലും വെച്ചിട്ടുണ്ട്. ബസർ അടിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഓടിപ്പോയി പഞ്ഞി കളക്ട് ചെയ്യുക, തലയണ ഉറയ്ക്കകത്താക്കി നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ആരാണോ പില്ലോ തയ്യാറാക്കുന്നത് ആ ടീം ജയിക്കും. അപ്പോഴത്തേക്ക് ഓരോരോ ടീമിനകത്ത് വിധികർത്താക്കൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഡെൻ ടീമിൽ നിന്ന് ജിൻഡോയാണ് വിധികർത്താവ് വന്നിരിക്കുന്നത്. അതുപോലെ പീപ്പിൾസിൽ നിന്ന് ശ്രീതു ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സായി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ബസർ അടിച്ച സമയത്ത് പഞ്ഞികളെല്ലാം കളക്ട് ചെയ്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് തലേണ മന്ത്രം ഓതി ഇതാ ഇങ്ങനെ എന്താ പറയണ്ട പില്ലോസ് തയ്യാറാക്കുന്നുണ്ട്. ബസർ അടിച്ച് തീർന്നത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. ടണൽ ടീമിനെയാണ് പരിശോധിക്കേണ്ടത്. അതായത് ഡെന്നിലെ നമ്മുടെ വിധികർത്താവായ ജിൻഡോയാണ് പോകേണ്ടത് കേട്ടോ. ആദ്യം അപ്സര ചിരിച്ചുകൊണ്ടൊക്കെ ഹായ് ജിൻഡോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ചു. അതിനുശേഷം നമ്മൾ ജിൻഡോ ഓരോ തലേണ എടുത്തിട്ട് ഇത് ക്വാളിറ്റിയില്ല ക്വാണ്ടിറ്റിയില്ല നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ഒന്നും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞ് തലേണ എടുത്ത് തലയിൽ വെച്ച് നോക്കുന്നു, തറയിൽ കടന്നു നോക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക തർക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജിൻഡോയുടെ അപ്പച്ചനും അമ്മച്ചി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്സര ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല, കാരണം ഒരു 8-9 തലേണ അങ്ങോട്ട് തച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനിട്ട് അവരുടെ തലേണ മന്ത്രം അങ്ങോട്ട് കറക്റ്റ് ഏറ്റിട്ടില്ല. പ്രത്യേകിച്ച് ജിൻഡോപ്പൻ്റെ അടുത്ത് ജിൻഡോ പറഞ്ഞു, ബിഗ് ബോസ് ഇവർ ഒരു തലേണ പോലും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല ബിഗ് ബോസ്, അതുകൊണ്ട് ഞാൻ ഇതിനെ റിജക്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അപ്സരയ്ക്ക് അങ്ങ് തുടങ്ങിയില്ല. അപ്സര അങ്ങോട്ട് വാക്കുവതേ സിജോ വന്നു. അപ്പോൾ ജിൻഡോ പറഞ്ഞു, ഇല്ല ഇങ്ങനെയാണോ തലേണ ഉണ്ടാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ക്വാണ്ടിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ല എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് അത് ശരിവെച്ചു, കാരണം ക്യാപ്റ്റൻ്റെ തീരുമാനം എപ്പോഴും അന്തിമമാണല്ലോ. അതിനുശേഷം പീപ്പിൾസ് റൂമിനെ പരിശോധിക്കാനായിട്ട് വന്നിരിക്കുന്നത്, അവരുണ്ടാക്കിയ തലേണയെ പരിശോധിക്കാൻ വന്നത് സായിയാണ്. ഒരെണ്ണം ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അഭിഷേക് വന്നിട്ടുണ്ടായിരുന്നു ഡെൻ റൂമിനകത്തേക്ക്. അയ്യോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നന്ദനക്കുട്ടി സാർ എന്നൊക്കെ രീതിയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് സൂപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ശ്രീതു ആണ് നെക്സ്റ്റ് ടീമിനെ പരിശോധിച്ചത്. അപ്പോഴത്തേക്ക് ശ്രീതു പറഞ്ഞത് എന്താണ് ഒന്ന് ഗുണ്ടായിരിക്കുന്നു ഒന്ന് മെലിസായിരിക്കുന്നു എന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് അർജുന് ചെറിയ ദേഷ്യമൊക്കെ വന്നു കേട്ടോ. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ടീമിന് അതുപോലെ തന്നെ പീപ്പിൾസ് റൂമിനും ഓരോരോ തലേണ ശരിയായത് കാരണം 3 പോയിന്റ് ഈക്വലായിട്ട് കിട്ടി. നോറയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം പീപ്പിൾ റൂമിന് 3 പോയിന്റ് കിട്ടിയ സമയത്ത്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന ഗസ്റ്റുകൾക്ക്, അതേ നന്ദനയുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ ജിൻഡപ്പൻ്റെ അമ്മയ്ക്കും അച്ഛനും തിരിച്ചു പോകാനുള്ള സമയമായെന്ന രീതിയിൽ നന്ദന കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദനയുടെ ചേച്ചി പറഞ്ഞു, എന്താ നമ്മൾ ഇത്രയും വരെ എത്തിയിട്ടില്ലേ, ഇതുവരെ നമുക്ക് എത്താൻ പറ്റില്ല, അതുകൊണ്ട് നീ സന്തോഷമായിട്ടിരിക്കും, നല്ലോണം ഗെയിം കളിക്കുന്ന രീതിയിൽ തന്നെയാണ് നന്ദനയ്ക്കൊരു എന്താ പറയുക എനർജിയൊക്കെ കൊടുത്തിട്ടാണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ ജിൻഡപ്പൻ്റെ അപ്പച്ചൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇനി പോയിട്ട് നിങ്ങളെ ടി വിയിൽ കാണും എന്ന രീതിയിൽ സംസാരിക്കുന്നു കേട്ടോ. എന്തായാലും എന്താ പറയണ്ട, നമ്മുടെ നന്ദനക്കുട്ടിക്ക് നല്ല വിഷമമായിപ്പോയി. അമ്മയൊക്കെ വന്നിട്ട് പോകുമ്പോൾ ആർക്കായാലും വിഷമം വരുത്തുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ജിൻഡപ്പൻ്റെ പേരൻസും നമ്മുടെ ജിൻഡപ്പന് ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലോണം ഗെയിം കളിക്കുന്ന രീതിയിൽ. അതിനുശേഷം എന്താ പുറത്തിറങ്ങിയിട്ട് എന്താ പറയുക ഡ്രോൺ രീതിയിലുള്ള പിക്ചറൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജിൻഡപ്പന് അമ്മയും അപ്പച്ചനും ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം ബിഗ് ബോസ് ഹൗസിൽ നിന്നും നന്ദനയുടെ പേരൻസും അതുപോലെ തന്നെ ജിൻഡപ്പൻ്റെ പേരൻസും എന്താ യാത്രയായിരിക്കും. അതിനുശേഷം നമ്മുടെ ജാസ്മിൻ പറഞ്ഞു, ആ ജിൻഡപ്പൻ അവിടെ ടളർ റൂമാരുടെ ശ്രദ്ധയ്ക്ക് ജിൻഡപ്പനെ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ജിൻഡപ്പൻ ഫ്രൈ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ഫണ്ട് അടിക്കുന്നുണ്ട്. അതിനുശേഷം നന്ദന ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട്. പല്ലുകളുടെ ആരോഗ്യം ആരാണ് നല്ലോണം സൂക്ഷിക്കുന്നതെന്ന്. കഴിഞ്ഞ പ്രാവശ്യം അഭിഷേക് ശ്രീകുമാർ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇത്തവണ ജാസ്മിൻ ആയിരുന്നു കേട്ടോ. അപ്സരയും കുറച്ച് പേർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, കൂടുതലും പേര് ജാസ്മിൻ ആയതുകൊണ്ട് ട്രോഫി ജാസ്മിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്സരയ്ക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. ആ ട്രോഫി കിട്ടിയ സമയത്ത് ആശാത്തിൻ്റെ മുഖഭാവം ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ. ഇവിടെ ട്രിവാൻഡ്രത്ത് നല്ല മഴയാണ്. എന്തായാലും ഒരു മഞ്ഞു മഴ കാറ്റിൽ എന്ന പാട്ടൊക്കെ പാടി അടിപൊളി ഒരു വൈബിലിരിക്കുന്ന സമയത്ത് എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. പിന്നെ ബിഗ് ബോസ് BB+ ആണ് കേട്ടോ. എനിക്കും ഉറക്കം വരുന്നുണ്ട് ഗേസ്. എന്തായാലും മോർണിംഗ് ടാസ്ക്കാണ്, ഒരു കുസൃതി റൗണ്ടാണ് കേട്ടോ. എന്തായാലും സായി എടുത്ത് കുറച്ച് പേര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഋഷി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ തുടങ്ങാനുള്ള കാരണം. അത് ഞാൻ ബാത്റൂമിൽ ഇരുന്നപ്പോൾ വെറുതെ ഒന്ന് ആലോചന വന്നതാണ്, എന്തുകൊണ്ടാണ് സീക്രട്ട് ഏജൻറ്റ് എന്ന് പേരിട്ടത്. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പോൾ അപ്സര ചോദിക്കുന്നുണ്ട് വൈഫിനെ കണ്ടത് കാര്യം എങ്ങനെയാണ് കണ്ടു ഇഷ്ടപ്പെട്ടെന്ന രീതിയിൽ. അപ്പോൾ കണ്ടു ഇഷ്ടപ്പെട്ട് കീഴടക്കി എന്ന രീതിയിൽ. അപ്പോൾ റസ്മിൻ ചോദിക്കുന്നത് എന്താണ് വൈഫിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത്. ഭയങ്കര കുറുമ്പി
കുറുമ്പിയാണെന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നത് ഇവിടെ ഇഷ്ടപ്പെടാത്തവരാരാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ സായി പറഞ്ഞ് കാക്ക കാക്ക എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ജാസ്മിനാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് കേട്ടോ. ശ്രീധുവിൻ്റെ ക്വസ്റ്റിന് അച്ഛനോട് എന്താണ് പറയേണ്ടത്, കുറച്ച് കരുണ കാണിക്കണം എന്ന രീതിയിൽ വളരെ കുസൃതിത്തരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അതിനുശേഷം പേരൻസ് മക്കളെക്കുറിച്ച് പറയുന്ന രീതിയിൽ അപ്പോൾ നമ്മുടെ ജിൻഡപ്പനെ കുറിച്ച് അമ്മ പറയുകയാണ് 10ാം ക്ലാസ്സിൽ ആദ്യം തോറ്റു, വീണ്ടും പഠിപ്പിച്ച്, പിന്നെ കോളേജിൽ പോയി കരോട്ടയൊക്കെ പഠിച്ച് ചെറുപ്പം മുതലേ അധ്വാനിച്ച് ജീവിക്കുന്നതിനാണ് അപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അവിടെ എന്താ പറയേണ്ട പഞ്ചായത്ത് എല്ലാവരും കൂടി ചേർന്നിട്ട് ഫ്ലെക്സൊക്കെ വെച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇവൻ്റെ കല്യാണം കഴിയാനാണ് എനിക്ക് ആഗ്രഹമുള്ളത്, പക്ഷേ അവർക്ക് ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല, ഇവൻ അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല എന്നില്ല. അപ്പോൾ ജിൻഡപ്പൻ പറഞ്ഞ് മര്യാദയ്ക്ക് വന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ നന്ദനയുടെ അമ്മയും ചേച്ചിയാണ് സംസാരിച്ചിരിക്കുന്നത്. അമ്മ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ 2 പെൺമക്കളെയും കൊണ്ടുവന്ന് ഒത്തിരി കഷ്ടപ്പെട്ടു, എല്ലാ പരിപാടികൾക്കും മുന്നിൽ കാണും. ഇവൾ കുറുമ്പിച്ചിരി കൂടുതലാണ്, ഞങ്ങൾ തമ്മിൽ എപ്പോഴും തല്ല. കുട്ടിക്കാലത്ത് ഇവർ തമ്മിൽ അടികൾ കൂടിയിട്ട് കാണാണ്ട് പോയി കേട്ടോ. ഇവൾ കുറച്ച് സമയം വൈക്കോലിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒളിച്ചിരുന്നു. വൈകുന്നേരം ഞങ്ങളൊക്കെ ടോർച്ചൊക്കെ എടുത്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കുറുമ്പിയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഒത്തിരി ഞങ്ങൾ കഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞു യൂണിഫോം ഇല്ലാതെയും കുടയില്ലാണ്ട് ഒരു കുട കൊണ്ട് ഞങ്ങൾ കുഞ്ഞുകാലത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന രീതിയിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവളുടെ അടുത്ത് ആണ് കൂടുതൽ ഇഷ്ടം വന്നിരുന്നത്, മൂത്ത മകളെക്കാട്ട് എനിക്ക് ഇവളെയാണ് കൂടുതൽ ഇഷ്ടമെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജാസ്മിനൊക്കെ ചുമ്മാ ഒരു കണ്ണുകെട്ടി കളി കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അർജുനും ജാസ്മിനും കൂടെ സംസാരിക്കുന്നു. എൻ്റെ പൊന്നോ, എനിക്ക് നമ്മുടെ ജിൻഡോ ജയിക്കുന്നത് കാണാൻ പറ്റുന്നേ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ ബിഗ് ബോസിൽ ഒരു അർത്ഥമില്ലാതാവുന്ന രീതിയിൽ നമ്മുടെ ജാസ്മിനും അർജുനും കൂടെ അർജുനും ജാസ്മിനും ഒന്ന് മനസ്സിലാക്കുക, പ്രേക്ഷകരുടെ വോട്ട് പ്രകാരവും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവർക്ക് വോട്ട് കിട്ടും. വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസിലുള്ള ഓരോ വിജയികളും ഇതുവരെ വിജയിച്ചിട്ടുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും ജാസ്മിൻ്റെയും അർജുനൻ്റെയും ഇവിടെയുള്ള ഓരോരുത്തരുടെ ആഗ്രഹം അവരവർ ജയിക്കണമെന്നുള്ളതാണ്. ബിഗ് ബോസിൽ ഈ സീസൺ 6 ആര് ജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനുശേഷം റസ്മിനും ശ്രീധുവും സംസാരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഫേക്കാണ്, ആരും കറക്റ്റല്ല, ഏത് പോയി ഏത് ഉണ്മയെന്നുള്ള അറിയാൻ പറ്റുന്ന രീതിയിൽ ശ്രീധു റസ്മിനുമായിട്ട് സംസാരിക്കുന്നു. റസ്മിൻ അത് പോയി അർജുനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നത് ഞാൻ അവളുടെ റൂമിൽ പോയിട്ട് ചോക്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റസ്മിൻ പറഞ്ഞാൽ അത് സായിയൊക്കെ നിന്നുകൊണ്ടാണ് അവൾക്ക് ഇഷ്ടപ്പെടാത്തതെന്ന രീതിയിൽ അവർ തമ്മിൽ ചെറിയൊരു അകൽച്ച വരുന്നുണ്ട്. ഇന്നലെ നമ്മുടെ എന്താ പറയേണ്ടത്, ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ട് ഒരു അമ്മ മകളോട് ഉപദേശിക്കുന്ന ഉപദേശം കൊടുത്തിട്ടുണ്ട്, മകൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റസ്മിന് ശ്രീധു സംസാരിക്കുന്നതിന് നീ പറഞ്ഞോ ഞാൻ ഫേക്കാണെന്ന രീതിയിൽ. അപ്പോൾ റസ്മിൻ പറഞ്ഞു എൻ്റെ പൊന്ന് ശ്രീധു, എനിക്കിങ്ങനെ കള്ളം പറയണമെന്ന് അറിയത്തില്ല, നീ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് പറഞ്ഞത്, അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു കേട്ടോ. എന്തായാലും അർജുനും ശ്രീധുവും തമ്മിലുള്ള അധികം സംസാരമൊന്നുമില്ല. അവർ തമ്മിൽ ഞാനും ജോജിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അർജുനും ശ്രീധുവും പഴയതുപോലെ അത്ര വലിയ സംസാരമൊന്നുമില്ല കേട്ടോ. ഇത്രയുമാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നത്. നമ്മളെ ജിൻഡോയുടെ അമ്മയും അപ്പച്ചനും വന്നിട്ടുണ്ടായിരുന്നു, നന്ദന കുട്ടിയുടെ അമ്മയും ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തലേന മന്ത്രം ടാസ്കിൽ 2 പേര് പീപ്പിൾസ് ടീമുകാരും അതുപോലെ നെക്സ്റ്റ് ടീമും 3 പോയിന്റ് വീതം കരസ്ഥമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയുമാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നത്. നാളത്തെ റിവ്യൂമായി ഞാൻ വരാം. അതുവരെ നിങ്ങൾ നിന്ന് ഇവിടെ പറയുന്നു വിജയ് രമേശ് വ്ലോഗിലെ ബിജി. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. നാളത്തെ റിവ്യൂമായി വരാം. ബൈ ബൈ.